ബംഗളൂരുവിലെ IPL വിജയ ദുരന്തത്തിൽ RCB മാർക്കറ്റിംഗ് മേധാവി അറസ്റ്റിൽ. പിടിയിലായത് പരിപാടിയുടെ മുഖ്യ ആസൂത്രകൻ നിഖിൽ സുസാലെ. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ട്രഷററും ഇവന്റ് മാനേജ്മെന്റ് കമ്പനി പ്രതിനിധികളും അറസ്റ്റിൽ. നിലമ്പൂരിൽ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. പെൻഷൻ കൈക്കൂലിയെന്ന KC വേണുഗോപാലിന്റെ പരാമർശം ആയുധമാക്കാൻ LDF. പെൻഷൻ ഗുണഭോക്താക്കളെ പങ്കെടുപ്പിച്ച് ഇന്ന് കൺവെൻഷൻ. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ആയുധമാക്കി UDF. പ്രചാരണം തുടർന്ന് NDA. ത്യാഗസ്മരണയിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ. പള്ളികളിൽ പെരുന്നാൾ നിസ്കാരം നടക്കും. ഹാജിമാർ മിനായിൽ. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ ജംറയിലെ കല്ലേറ് കർമ്മം പൂർത്തിയാകും. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇലോൺ മസ്ക് പോര് മുറുകുന്നു. ജെഫ്രി എപ്സ്റ്റീന്റെ ലൈംഗികാരോപണത്തിൽ ട്രംപിന്റെ പേരുമുണ്ടെന്ന മസ്കിന്റെ വെളിപ്പെടുത്തൽ. കരാറുകൾ നിർത്തലാക്കിയാൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം പിൻവലിക്കുമെന്നും മുന്നറിയിപ്പ്. മസ്കിന്റെ നടപടിയിൽ നിരാശയുണ്ടെന്ന് ട്രംപ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ജമ്മു കാശ്മീരിലെ ചെനാബ് നദിക്ക് കുറുകെയുള്ള പാലത്തിന്റെ ഉയരം 395 മീറ്റർ. ജമ്മു താവി ശ്രീനഗർ വന്ദേ ഭാരത് എക്സ്പ്രസും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. യുവേഫ നേഷൻസ് ലീഗ് ഫുട്ബോളിൽ ഫ്രാൻസിനെ തകർത്ത് സ്പെയിൻ ഫൈനലിൽ. സ്പെയിന്റെ ജയം 4-5 ഗോളുകൾക്ക്. ഫൈനലിൽ സ്പെയിനിന്റെ എതിരാളികൾ പോർച്ചുഗൽ.